പോയ വർഷം 2 പ്രൊഫഷണൽ ലീഗുകൾക്കാണ് കേരള കായികരംഗം സാക്ഷ്യം വഹിച്ചത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള കേരള ക്രിക്കറ്റ് ലീഗും കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള സൂപ്പർ ലീഗ് കേരളയും. ഈ 2 ലീഗുകളും കേരള കായികരംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ഈ മണിക്കൂറിൽ നാം ചർച്ച ചെയ്യുന്നത്. ഒപ്പം കേരളത്തിൽ ഇനിയൊരു ലീഗിന് സാധ്യതയുണ്ടോ എന്ന് കൂടി നാം പരിശോധിക്കുന്നു. എന്നോടൊപ്പമുള്ളത് ജയേഷ് ജോർജ്, അദ്ദേഹം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. ശ്രീ നവാസ് മീരാൻ, അദ്ദേഹം കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡൻ്റാണ്. ശ്രീ കിഷോർ കുമാർ, ഇന്ത്യൻ വോളിബോൾ താരമായിരുന്ന കിഷോർ ഇപ്പോൾ പ്രൈം വോളി ലീഗിൽ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് ഹീറോസിൻ്റെ പരിശീലകൻ കൂടിയായിരുന്നു. ആദ്യം തന്നെ ശ്രീ ജയേഷ് ജോർജിലേക്കാണ്. എപ്പോഴാണ് KCL എന്ന ആശയം രൂപം കൊള്ളുന്നത്? കേരള ക്രിക്കറ്റ് ലീഗ് എന്നുള്ള ആശയം തുടങ്ങിയത് IPLൻ്റെ മാതൃകയിൽ അതിൻ്റെ തുടർന്നുള്ളൊരു, എനിക്ക് തോന്നുന്നു കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് ആദ്യമായിട്ടൊരു ഡൊമസ്റ്റിക് ലീഗ് കൊണ്ടുവന്നത്. അന്ന് ബ്രിജേഷ് പട്ടേൽ ഉള്ള സമയത്ത് അദ്ദേഹം കർണാടക പ്രീമിയർ ലീഗ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു തമിഴ്നാട് പ്രീമിയർ ലീഗ്, അങ്ങനെ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രീമിയർ ലീഗ് നടന്നു വന്നിരുന്നു. ആ ഒരു സമയത്ത് തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിനെപ്പറ്റി ആലോചിച്ചിരുന്നു. ഒരു ക്രിക്കറ്റ് ലീഗ് നമ്മളുടെ സ്വന്തം താരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രിക്കറ്റ് ലീഗ്, കാര്യം അന്താരാഷ്ട്ര മോഡലിൽ തന്നെ നമുക്ക് എന്തായാലും ഇൻ്റർനാഷണൽ സ്റ്റേഡിയങ്ങളുണ്ടായിരുന്നു. അന്ന് കൊച്ചിയിലുണ്ടായിരുന്നു, ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു സ്വന്തമായിട്ടൊരു ക്രിക്കറ്റ് ലീഗ് കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിരുന്നുള്ള ആശയം ഞങ്ങൾ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്തു പോകുന്നതായിരുന്നു. അതനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ജനറൽ ബോഡി തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മുടെ കോവിഡ് എന്നുള്ള മഹാമാരി വന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കത് മാറ്റി വയ്ക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ വർഷം നമുക്കൊരു നല്ലൊരു പ്രപ്പോസൽ 21st സെഞ്ച്വറി മീഡിയ അവരാണ് ബാക്കി പല അസോസിയേഷനുകളിലും ഈ ഒരു ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവരൊരു പ്രപ്പോസൽ നമുക്ക് വന്നപ്പോൾ നമ്മുടെ ജനറൽ ബോഡി ചർച്ച ചെയ്യുണ്ടായി. തീർച്ചയായിട്ടും അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മളൊരു കാലാകാലങ്ങളിൽ നമ്മൾ ഇതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു ക്രിക്കറ്റ് ലീഗിന് സക്സസ് ആകുവാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം പ്ലെയേഴ്സിൻ്റെ ഒരു പൂള് വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു 5-6 വർഷം മുമ്പ് തന്നെ നമ്മൾ പ്രസിഡൻസ് കപ്പ് എന്നുള്ള രീതിയിൽ അത് സ്ട്രീം ചെയ്തുകൊണ്ട്, നമ്മുടെ ഒരു ലൈവ് ടെലികാസ്റ്റ് അല്ല, സ്ട്രീം ചെയ്തുകൊണ്ട് ആലപ്പുഴയിൽ വെച്ചിട്ട് നമ്മൾ ഡൊമസ്റ്റിക് ഇതുമാതിരി ക്ലബ് ചാമ്പ്യൻഷിപ്പ്, പ്രസിഡന്റ് ചാമ്പ്യൻഷിപ്പ്, അങ്ങനെ ഒരു 2 ചാമ്പ്യൻഷിപ്പുകളും 20 ഓവർ ഫോർമാറ്റിൽ കളിക്കേണ്ടായി. വിമൻ ടീമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ആദ്യമായി നമ്മളൊരു ഡാറ്റാബേസ് ഉണ്ടാക്കി. നമ്മളൊരു 20-25 കുട്ടികൾ വേണമല്ലോ, 6 ടീം അല്ലെങ്കിൽ 8 ടീം വേണമ്പോൾ ഒരു 200ഓളം നമ്മൾക്ക് ഒരു ഈക്വൽ സ്റ്റാൻഡേർഡുള്ള കുട്ടികൾ വേണം. അപ്പോൾ അതനുസരിച്ചിട്ടൊരു നമ്മളൊരു 3-4 വർഷം മുമ്പ് തന്നെ ഇതിനൊരു സ്റ്റാർട്ടപ്പായിട്ട് ഡൊമസ്റ്റിക് ലീഗുകൾ തുടങ്ങി. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അത് ഫുൾഫില്ലായി. അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ വർഷങ്ങളായിട്ട് തന്നെ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. സൂപ്പർ ലീഗ് കേരളയിലേക്ക് വരികയാണെങ്കിൽ കളത്തിനകത്തും പുറത്തും താരങ്ങളായിരുന്നു. കളത്തിൽ അനസ് അടത്തൊടിക, CK വിനീത് അടക്കമുള്ള താരങ്ങൾ, പുറത്ത് പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് അടക്കമുള്ള ഉടമസ്ഥരായിട്ടും എത്തി. ലീഗ് നിങ്ങൾ പ്രതീക്ഷിച്ച നിലവാരത്തിലെത്തിയോ ഇത്തവണ? നമ്മളുടെ പ്രതീക്ഷകളെല്ലാം വലിയ രീതിയിൽ മാറ്റം വരുത്തി. ഇത്തവണത്തെ വ്യൂവർഷിപ്പും ഗെയിമിൻ്റെ ക്വാളിറ്റിയും എല്ലാം നമുക്ക് വലിയ ഒരു എൻകറേജിങ് ആയിരുന്നു. ലീഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ലോങ് ടേം ജേർണിയാണ്. ഇതിപ്പോൾ നമ്മളൊരു ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സീസൺ എന്നുള്ള നിലയിൽ എല്ലാം വി പുട്ട് എവറിത്തിങ് ഇൻ പ്ലേസ്. പക്ഷേ ഓരോ കാര്യങ്ങളിലും ദർ ഇസ് ലോട്ട് ഓഫ് സ്കോപ്പ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് മുറയ്ക്ക് കൂടുതൽ ഫാൻസ് കളി കാണാൻ വരികയും വീട്ടിലിരുന്നാണെങ്കിലും TV കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും. കളിയുടെ പേസ് കൂട്ടേണ്ടിയിരിക്കുന്നു. യങ്സ്റ്റേഴ്സായിട്ടുള്ള ആൾക്കാർ 90 മിനിറ്റ്സും നല്ല എൻഡ്യൂറൻസോട് കൂടിയിട്ട് നിൽക്കത്തക്ക രീതിയിലുള്ള കോച്ചിങ്ങും കാര്യങ്ങളും എടുത്ത കുട്ടികളെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലീഗിനെ പോസിറ്റീവായിട്ട് ബാധിക്കും. കിഷോർ കുമാർ, ഇപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കളിക്കുന്ന കളികളിലൊന്നാണ് വോളിബോൾ. മാത്രമല്ല ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കളി കൂടിയാണ്. പ്രൈം വോളി ലീഗിലും കേരള ടീമാണ് ചാമ്പ്യന്മാരായിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 2 ടീമുകളുണ്ട്. പക്ഷേ കേരളത്തിന് ഒരു വോളിബോൾ ലീഗ് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ?
ഈ കേരളത്തിലേക്കൊരു വോളിബോൾ ലീഗാണ് ഇന്ത്യയിൽ ആദ്യം തന്നെ പിന്നെ ഒരു തീരുമാനിച്ചിട്ടുള്ളതൊക്കെ തന്നെ കേരള വോളി ലീഗ് എന്ന് പറയുന്ന ഒരു KVL ആയിരുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഏതൊക്കെയോ കാരണങ്ങളാൽ നടക്കാതായിപ്പോയി. അതുകൊണ്ട് തന്നെ പ്രോ വോളിബോൾ ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് വന്നു. പിറ്റേത്തെ വർഷം മുതൽ അത് പ്രൈം വോളിബോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 4ാമത്തെ സീസൺ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വോളിബോൾ ലീഗ് നടന്നിട്ടില്ലെങ്കിലും കേരളത്തിലുള്ള 25ഓളം വോളിബോൾ താരങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലുള്ള വോളിബോൾ താരങ്ങൾ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോളിബോൾ താരങ്ങൾ ഉള്ള ഒരു സ്ഥലം കേരളം തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലേക്ക് ഒരു വോളിബോൾ ലീഗ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷം എന്തായാലും ഉണ്ടാവും. ഈ സീസൺ കഴിയുന്നതിനിടയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനുള്ള പ്ലാനിങ്ങുകളെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. കേരള വോളിബോൾ ലീഗ് എന്തായാലും ഈ വർഷം സംഭവിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, കേരള വോളിബോൾ ലീഗ് നടന്നാൽ മാത്രമേ ഇന്ത്യൻ ടീമിലേക്കും അതേപോലെ ഇന്ത്യൻ ടീമിൻ്റെ നിലവാരമൊക്കെ കൂടുന്നതിന് സഹായിക്കൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വർഷം ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ നടന്ന പോലെ കേരളത്തിന് വേണ്ടി മാത്രമായിട്ടൊരു ലീഗ് സംഭവം നല്ലൊരു കാര്യമാണ്. നമുക്ക് ജയേഷിലേക്ക് തിരിച്ചു വരാം. ഈ സൂപ്പർ ലീഗ് കേരളയുടെ ഒരു പ്രത്യേകത, സൂപ്പർ ലീഗ് കേരളയിൽ ഗാലറികളൊക്കെ ഏറെക്കുറെ ഫുള്ളായിരുന്നു. പക്ഷേ KCLനെ സംബന്ധിച്ച് KCLൽ ഫൈനൽ ഒഴികെ ബാക്കി എല്ലാ മത്സരങ്ങളും ഗാലറി ഏറെക്കുറെ കാലിയുമായിരുന്നു. ഇത് ശരിക്കും നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായോ? അത് തീർച്ചയായിട്ടും ഒരു കൺസേൺ ആയിരുന്നു. പക്ഷേ നമ്മൾക്കറിയാം ഫുട്ബോളിൻ്റെ ഒരു എന്താ പറയുക, കേരളത്തെ സംബന്ധിച്ച് ക്രിക്കറ്റും ഫുട്ബോളും നോക്കുമ്പോൾ നമുക്കറിയാം ക്രിക്കറ്റിനേക്കാളും കൂടുതൽ വ്യൂവർഷിപ്പോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫാൻസും ഉള്ളത് ഫുട്ബോളാണ്. അതേമാതിരി തന്നെ നമുക്കറിയാം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ബേസും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരുപാട് നമുക്കറിയാം മലപ്പുറം സൈഡിൽ നിന്നൊക്കെയുള്ള ഫുട്ബോൾ എവിടെ നിന്നായാലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഫുട്ബോളിനാണ്. അതെനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു നവാസൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഓഫീസ് പേരേഴ്സ് നല്ല രീതിയിൽ സംസാരിക്കുമ്പോഴൊക്കെ അറിയാം അദ്ദേഹം ഇത് ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അപ്പം മലപ്പുറത്തൊക്കെ നമുക്ക് സെവൻസും അല്ലെങ്കിൽ തൃശ്ശൂർ സൈഡിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം പറയായിരുന്നു ഈ ഒരുപാട് ഗ്യാലറികൾ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു കാണികൾ ഫുട്ബോളിനെ കാണാൻ എത്തുന്നുണ്ട്. സിക്സസ് ആയിട്ടും കളക്ഷൻ ടിക്കറ്റ് വൈസും ഒക്കെ വെച്ചുകൊണ്ട് അത് എനിക്ക് ഫുട്ബോളിന് കേരളത്തിൽ കിട്ടുന്നൊരു പിന്തുണയാണ്. നമുക്കറിയാമല്ലോ വേൾഡ് കപ്പ് വരുമ്പോഴൊക്കെ തന്നെ മലപ്പുറം സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫാൻസിൻ്റെ അർജൻറ്റീന ഫാൻസും അത് ഈവൻ കൊച്ചിയിലും എവിടെ നിന്നാലും കാണാം. അപ്പോൾ ഫുട്ബോളിന് എന്തായാലും ക്രിക്കറ്റിനേക്കാളും വലിയൊരു ഫാൻ ബേസ് കേരളത്തിലുണ്ട്. അവർ എനിക്ക് തോന്നുന്നു ഒരു ടിക്കറ്റ് നമ്മൾ കേരള ക്രിക്കറ്റിലേക്ക് നമ്മൾ ഈ പ്രാവശ്യം മുഴുവൻ ടിക്കറ്റ് വെച്ചിട്ടല്ല കൊടുക്കുന്നു. നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇത് പ്രാവശ്യം നമ്മൾ കാണികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തത്. പക്ഷേ എന്നിട്ടും എനിക്ക് തോന്നുന്നു ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു സെമി ഫൈനലിൽ എത്തിയപ്പോഴാണ് ആളുകൾ കുറച്ചും കൂടി ഇതിലേക്ക് വന്നു തുടങ്ങിയത്. പിന്നെ നമ്മൾക്ക് ഒരു പ്രോബ്ലം വെച്ചാൽ നമ്മളെല്ലാ പ്രോബ്ലം അല്ല, നമ്മൾക്കിത് ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെയും ടെലികാസ്റ്റിൻ്റെയും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു വെന്യൂർ വെച്ച് നടത്തേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഫുട്ബോൾ വരുമ്പോൾ ഫാൻ ബേസ് വരുമ്പോൾ ഇപ്പോൾ മലപ്പുറം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഒരു ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ടീമായിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഫുട്ബോൾ പോയത്. ഞങ്ങൾ പക്ഷേ എല്ലാം ഈ ഫ്ലഡ് ലൈറ്റ്സിൻ്റെയും ഒക്കെ പരിമിതികൾ കൊണ്ടും ട്രാവലിങ്ങിൻ്റെ പീരീഡ് പിന്നെ ഞങ്ങളുടെ ഒരു ഡൊമസ്റ്റിക് കലണ്ടർ ക്രിക്കറ്റിൻ്റെ ഞങ്ങൾക്ക് ജൂലൈ വരെ അല്ലെങ്കിൽ ഓഗസ്റ്റ് പകുതി വരെ മഴ കാരണം കളിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ രഞ്ജി ട്രോഫി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും, ഡൊമസ്റ്റിക് സീസൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അണ്ടർ 19 മുതൽ ഞങ്ങൾക്ക് ഒരു ടീം തന്നെ ഒരു പൂൾ തന്നെ 8 ടീമുകളാണ്. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ സീസൺ ഇപ്പോഴും തീർന്നിട്ടില്ല. കാരണം കേരള രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിലെത്തി, ടീം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം നമുക്ക് ആപ്പാടുള്ളൊരു വിൻഡോ വളരെ ഷോർട്ട് നോട്ടീസിൽ നമുക്ക് സെപ്റ്റംബർ വിൻഡോ കിട്ടിയുള്ളൂ. ഈ വർഷം തന്നെ നമുക്ക് ആ ഒരു വിൻഡോ ബാക്കി പല സ്റ്റേറ്റ് അസോസിയേഷൻ ലീഗ് നടക്കുന്നതുകൊണ്ട് നമ്മൾ സ്റ്റാറുമായിട്ടുള്ളൊരു ആ ഒരു വിൻഡോ കിട്ടണമായിരുന്നു 17 days. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയത് സെപ്റ്റംബർ വിൻഡോ ആണ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് അങ്ങനെ അധികം ഒരു പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ ഒരു വലിയൊരു രീതിയിൽ പോകാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും അത് എങ്ങനെ നമ്മൾക്ക് സ്കൂളുകളിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന് കൂടുതൽ അട്രാക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും അതൊരു കൺസേൺ ആണ്. പക്ഷേ നമുക്കൊരു പോസിറ്റീവ് സയൻസ് എന്ന് വെച്ചാൽ സെമി ഫൈനലിന് എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 30,000 കപ്പാസിറ്റി ക്രൗഡ് ഫൈനലിന് വന്നുള്ളതാണ് ഞങ്ങളുടെ അത്. പക്ഷേ TV റേറ്റിംഗ്സ് നമുക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. അറൗണ്ട് ഞാൻ എടുത്ത കണക്കിന് 14.42 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ സെമി ഫൈനലും ഉദ്ഘാടനത്തിൻ്റെ ഒരു മത്സരവും നമ്മൾ ഏഷ്യാനെറ്റിൽ കാണിച്ചിരുന്നു. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് നല്ല വ്യൂവർഷിപ്പ് കിട്ടി. അപ്പോൾ പിന്നെ ക്രിക്കറ്റ് നാച്ചുറലി പിന്നെ നമ്മളൊരു ടൈമിങ്ങും അറിയാമല്ലോ, 2 മാച്ച് ഒരു ദിവസം നടത്തേണ്ടി വന്നു. അപ്പോൾ ഫസ്റ്റ് മാച്ച് 2 മണിക്ക് നല്ല വെയിലത്തുള്ള ഒരു
കളിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ക്രൗഡ് കുറവായിരുന്നു. പക്ഷേ ആഫ്റ്റർനൂൺ മാച്ചസിൽ കുറച്ചും കൂടി ക്രൗഡ് വന്നിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഗ്രാജുവലി അത് പിന്നെ ഈ നമ്മൾ കുറച്ച് പബ്ലിസിറ്റി കൂടുകയും പിന്നെ അതനുസരിച്ച് നമ്മുടെ എക്സാം ടൈം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഫസ്റ്റ് ഫേസ് തുടങ്ങുമ്പോൾ എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങളുടെ കൺസേൺ. പക്ഷേ എന്തൊക്കെ വന്നാലും അതൊരു ഫുട്ബോളിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നണം വ്യൂവർഷിപ്പ് എന്തായാലും എത്തിക്കാൻ വേണ്ടി കുറച്ചും കൂടി KCA പ്രയത്നപ്പെടേണ്ടി വരും. അത് ഞങ്ങൾ അതിനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. പ്രമോഷനെ സംബന്ധിച്ച് വ്യത്യാസമായിരുന്നല്ലോ. ഇപ്പം SLKയുടെ ബോർഡുകൾ കേരളം ഒന്നാകെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രമോഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ലേ ഇത്തവണ? അല്ല, KCA പ്രൊഫഷണലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു നമുക്കൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമേ കിട്ടിയുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു നമ്മളെ ഏറ്റവും വലിയ പ്രൊമോഷന് കൊണ്ടുവന്നത് നമ്മൾ മോഹൻലാലിനെ കൊണ്ടുവന്നത് തന്നെയാണ്. അത് തന്നെയായിരുന്നല്ലോ ഏറ്റവും വലിയ പ്രൊമോഷൻ KCA ചെയ്തത്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരേ സ്ഥലത്ത് ചെയ്തപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പ്രൊമോഷൻസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ നാച്ചുറലി ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. പക്ഷേ ഫുട്ബോൾ ഡിഡ് ബെറ്റർ. നമ്മൾ ഈ SLKയിലേക്ക് വരുമ്പോൾ SLK ഈ താരങ്ങളുമായിട്ടുള്ള കരാർ വെറും 3 മാസത്തേക്കാണ്. ലോകത്തൊരു പ്രൊഫഷണൽ ലീഗിലും ഇല്ലാത്ത ഒരു ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കരാറാണ് 3 മാസം എന്ന് പറയുന്നത്. ഇത് താരങ്ങളെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത്ര നല്ലതാണോ? SLKയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വി നീഡ് ടു ക്രിയേറ്റ് ഈ പൈപ്പ് ലൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഇപ്പോൾ സ്റ്റേറ്റിൽ കളിക്കുന്ന കളിക്കാർക്ക് SLK ഒരു വേദിയായി വരുന്നു. SLKയിലൂടെ പെർഫോം ചെയ്യുന്ന കുട്ടികളെ ഐ ലീഗിലും ISLലെല്ലാം സ്കൗട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു പൈപ്പ് ലൈൻ എന്തായാലും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്ന കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഐ ലീഗിലും ISLലേക്കും പോകുമ്പോഴാണ് SLKയുടെ ഒബ്ജക്റ്റീവ് ആക്ച്വലി സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് സീസണായിരുന്നു. ഫസ്റ്റ് സീസണിൽ പല കളിക്കാരും ഇനി സെക്കൻഡ് സീസണിൽ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവർക്കിനി ടൂർണമെൻറ്റ്സിൻ്റെ എണ്ണം കൂട്ടുക, ഇവർക്ക് കൂടുതൽ മത്സര അവസരങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ മാത്രമാണ് ഫാൻസിന് കൂടുതൽ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല കളിക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളം മാറണം. നമ്മൾ 3 ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് ഇതിനെ കാണുന്നത്. ഒന്ന്, ഫുട്ബോൾ ആസ് എ പ്രൊഫഷൻ. മുൻപ് ഒട്ടും പൈസ കിട്ടാതിരുന്ന ഒരു സ്ഥലത്ത് നിന്നിപ്പോൾ ഇന്ത്യൻ പ്ലെയേഴ്സിന് കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന അൻവർ അലി പോലുള്ള ആൾക്കാർക്ക് ഏകദേശം 15 കോടി രൂപ 3 വർഷത്തെ കോൺട്രാക്റ്റാണ്. അതേപോലെ ഇവിടെ രാഹുലിന് 2.5 കോടി രൂപ ഒരു വർഷം പേയ്മെൻറ്റ് കിട്ടുന്നു. അപ്പോൾ പണ്ട് ഫുട്ബോളിനൊരു പ്രൊഫഷണൽ ഫുട്ബോളർക്ക് കിട്ടിയിരുന്ന എമൗണ്ടിൻ്റെ വലിപ്പം ഭയങ്കരമായിട്ട് മാറി. അപ്പോൾ ഒന്ന്, പ്രൊഫഷണൽ ഫുട്ബോൾ. 2, സ്പോർട്സ് ആസ് എൻ ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മളുടെ പല ഗ്രാമങ്ങളിലും ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ വില കൂടിക്കഴിഞ്ഞപ്പോൾ കളിക്കളങ്ങളില്ലാതായി. പാടങ്ങളുണ്ടായിരുന്നതൊക്കെ അവിടെയൊക്കെ മതിലൊക്കെ കെട്ടി അവർ അതിനെ തിരിച്ചു. അപ്പോൾ കളിക്കാൻ ഇടമില്ല. അപ്പോൾ സ്പോർട്സ് ആസ് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു സ്പോർട്സ് ആസ് എൻ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വെർട്ടിക്കലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർ കളിക്കളത്തിൽ വരണം. ഈ ടീം സ്പോർട്സാണ്. ടീം സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്കുള്ളൊരു അഡ്വാൻറ്റേജ്, ചെറിയ ചെറിയ പരാജയങ്ങളൊന്നും അവരെ ബാധിക്കില്ല. അപ്പോൾ ലൈഫിൽ ഒരു ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുമുള്ള കുട്ടികളായിട്ട് വരാനായിട്ട് അവർക്ക് പറ്റണം. ദ തേർഡ് തിങ് ഈസ്, വാട്ട് എൻ്റർടൈൻമെൻറ്റ് ഡു വി ഹാവ് ഇൻ എ സ്റ്റേറ്റ് ലൈക്ക് കേരള? ഒരു സിനിമയ്ക്ക് പോവാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ബീച്ചിൽ പോവാം. വേറെ എന്ത് എൻ്റർടൈൻമെൻറ്റാണ് നമുക്കുള്ളത്? അപ്പോൾ ഒരു കളി നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ട്രിവാൻഡ്രം ഇസ് എ ക്ലാസിക് കേസ്. ട്രിവാൻഡ്രത്ത് നമ്മൾ ഒട്ടും ആൾക്കാരെ കളി കാണാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ട്രിവാൻഡ്രത്ത് സ്റ്റേഡിയംസ് വെർ ഫുൾ. അപ്പോൾ ഒരു കളി നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ആൾക്കാർക്ക് വൈകുന്നേരം വന്ന് 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നു. അപ്പോൾ ഒരു 3 വെർട്ടിക്കളും ഞാൻ കാണുന്നത് ഒരു എക്കണോമിക് പുഷ്, ഒരു എക്കണോമിക് അഡ്വാൻറ്റേജ് വരത്തക്ക രീതിയിലുള്ള വെർട്ടിക്കലുകളാണ് ഈ 3 എന്നുള്ളതാണ് എൻ്റെ ഒരു. ഈ ഭാവിയിൽ വാർഷിക കരാറിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഈ വാർഷിക കരാർ ഒരു ടീമുകൾ ഒപ്പിടും. കാരണം
ഫുട്ബോളിൽ ഫിഫയുടെ ഒരു റൂൾ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് ട്രാൻസ്ഫറിലാണ്. അപ്പോൾ ഞാനൊരു പ്ലെയറെ നേർച്ചർ ചെയ്ത് 12ാമത്തെ വയസ്സ് മുതൽ നമ്മുടെ ക്ലബ് ആക്ടിവിറ്റീസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നേർച്ചർ ചെയ്ത് അവൻ 17 വയസ്സിൽ പ്രൊഫഷണൽ ഫുട്ബോൾ എഗ്രിമെൻറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ് 2 കോടി രൂപ ട്രാൻസ്ഫർ ഫീ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലബിനാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ക്രിക്കറ്റിന് അതുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഫീ ഒരു വലിയ എക്കണോമിക് അഡ്വാൻറ്റേജാണ്. ശ്രീ കിഷോർ കുമാർ ഇന്ത്യക്കൊക്കെ കളിച്ച മുൻ താരമാണ്. കിഷോർ, അപ്പോൾ ഈ ലീഗുകൾ കേരളത്തിലെ താരങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം തരത്തിൽ ഗുണം ചെയ്യും? കേരളത്തിൽ വോളിബോൾ ലീഗ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് താരങ്ങൾക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റിൽ തന്നെ ഒരു പയ്യൻ, എനിക്ക് തോന്നുന്നു കേരള ടീമിലൊന്നും ഇല്ലാത്തൊരു പയ്യൻ ഈ വർഷം ക്രിക്കറ്റ്, വിഘ്നേഷ് പുത്തൂർ. വിഘ്നേഷ് പുത്തൂർ. ഈ പയ്യൻ അവിടെ കയറി പോകാനുണ്ടായ കാരണം ഇതുപോലെ കേരളത്തിലൊരു ലീഗ് ഇടുന്നതാണ്. അതേപോലെ കേരളത്തിലൊരു വോളിബോൾ ലീഗ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ കേരള ടീം കളിക്കുമ്പോൾ ഒരു 6 പേർക്ക് അവർക്ക് കളിക്കാൻ പറ്റും, ബാക്കി നല്ല കളിക്കാരൊക്കെ പുറത്തിരിക്കും. അപ്പോൾ കേരളത്തിലെ ലീഗ് നടക്കുമ്പോൾ ഈ എല്ലാ താരങ്ങൾക്കും ഇതിനകത്ത് കളിക്കാനും ഇവർക്കൊക്കെ പെർഫോം ചെയ്യാനും ഇവർക്കൊക്കെ ഇന്ത്യൻ ടീമിലേക്ക് മറ്റ് മെയിൻ ടീമുകളിൽ കളിക്കുന്ന ആളുകളെ മാത്രം നോക്കിക്കൊണ്ടാണ് നമ്മൾ പോവുക. അപ്പോൾ പല പല ടീമുകളിൽ ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഇവർക്കെല്ലാം ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടും. അപ്പോൾ ആ വഴി അവർക്ക് ഇന്ത്യൻ ടീമിലേക്ക് എത്താം. രണ്ടാമത് ഈ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തിക ഭദ്രത. കാരണം കേരളം എന്ന് പറയുന്ന വോളിബോളിൽ ഡിപ്പാർട്ട്മെൻറ്റുകളെ ആശ്രയിച്ച് മാത്രമാണ് കേരളം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റി ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും പല പല ക്ലബ്ബുകളും ഒക്കെ ആയിട്ട് വരുന്ന സമയം അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും അതോടൊപ്പം തന്നെ അവർക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ കളിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ ആ ഒരു തോന്നൽ തന്നെയാണ് മുന്നോട്ട്. അല്ലെ ജോലിയൊക്കെ കിട്ടി പെട്ടെന്ന് 1-2 വർഷം കളിച്ചിട്ട് നിർത്തുന്ന ഒരു സെറ്റപ്പാണ് കേരളത്തിൽ. പക്ഷെ ഇതൊക്കെ വരണമെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ലീഗുകൾ കൊണ്ടൊന്നും നടക്കില്ല. കാരണം 1986 അർജൻറ്റീന കപ്പ് നേടിയിട്ടുള്ള വേൾഡ് കപ്പ് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ചെറിയ ടി വിക്കകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ വേൾഡ് കപ്പ് കണ്ടിട്ടുള്ള ഞാൻ ഈ വർഷം നമുക്കത് കോപ്പ അമേരിക്ക നടക്കുമ്പോൾ കാണാൻ പറ്റിയില്ല. കാരണം പറഞ്ഞ് സംപ്രേഷണം ചെയ്യാൻ ആളില്ല, കാണാൻ ആളില്ല എന്നിട്ടാ. അപ്പോൾ നമുക്ക് എന്ത് പറ്റി, 86 ആകെ ഒരു പഞ്ചായത്തിൽ ഒരു ടി വി ഉള്ളപ്പോൾ ആ ടി വിക്ക് മുമ്പിലേക്ക് ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കട്ടൻ ചായയും കടിച്ച് 3:30 മണിക്ക് ചൂട്ടും കത്തിച്ച് പോയിട്ട് ചിലപ്പോൾ കറണ്ടൊക്കെ പോയാൽ ഇവരൊക്കെ കൂടി കണ്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് കയ്യിലെ മൊബൈലിലേക്ക് നോക്കി ഇത് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ട് കോപ്പ അമേരിക്ക കാണാൻ ആളില്ലാതെ കേരളത്തിലായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ ഒരു ഭാവി എന്താണ് സ്പോർട്സിൻ്റെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മൾ എന്ത് ലീഗ് നടത്തിയാലും ഇവിടുത്തെ തലമുറ വേറെ രീതിയിലാവുന്നത്. അതായത് കായിക വിദ്യാഭ്യാസം നടപ്പിലാകുന്നില്ല, ഇതിലേക്ക് താല്പര്യമില്ല. അതെവിടെ തുടങ്ങണം എന്ന് വെച്ചാൽ നമ്മൾ വീടുകളിൽ തുടങ്ങണം. വീടുകളിലില്ല, വീടുകളിൽ ഒരൊറ്റ മാതാപിതാക്കളും കളിക്കാൻ വിടില്ല. നിങ്ങൾ നോക്കി അറിയാം, രാത്രി കഴിക്കാൻ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു കൈ കൊണ്ട് ഇങ്ങനെയും തോണ്ടും, മറ്റേ കൈ കൊണ്ട് ഇങ്ങനെയും തോണ്ടും. 2 കൈ തോണ്ടലുകളാണ് നമ്മൾ. ഇവരൊന്നും മിണ്ടിയിട്ട് എത്രയോ കാലമായി, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയിട്ട് എത്രയോ കാലമായി. ഇങ്ങനെ പോകുന്നൊരു തലമുറയെ എങ്ങനെയാണ് നമ്മൾ സ്പോർട്സിലേക്ക് ആകർഷിക്കുക? നിങ്ങൾ പറ. ഇതിൻ്റെ നേട്ടങ്ങൾ കാണണം, ഇത് കളിക്കുന്നവൻ കാണണം. പല പല പ്രശ്നങ്ങൾ, നാട്ടിൽ മൊത്തം പ്രശ്നങ്ങൾ, വർഗീയത എങ്ങനെ വരുന്ന, സ്പോർട്സ് ഇല്ലാണ്ട് വരുന്ന. ഇവിടെ വോളിബോൾ ഗ്രൗണ്ടുകൾ എല്ലായിടത്തും ഒരു പഞ്ചായത്തിൽ 30-40 വോളിബോൾ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. വാർഡുകൾ തോറും ഇങ്ങനെ ഗ്രൗണ്ടുകൾ ഉണ്ടായി. ഇതൊന്നും ഇല്ലാണ്ടായി. വൈകുന്നേരം ആർക്കും കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി. ഈ അവസ്ഥ വന്ന സമയത്താണ് നാട്ടിലുള്ള സകല പ്രശ്നങ്ങളും. വൈകുന്നേരങ്ങളിലാണ് യുവാക്കൾ ഏറ്റവും കൂടുതൽ വഴി തെറ്റിപ്പോകുന്നത്. എപ്പോഴാണ്? വൈകുന്നേരമാണ് എല്ലാവരും കൂടി ഓരോ പരസ്യം നിങ്ങൾ കണ്ടിട്ട് വൈകിട്ട് എന്താ പരിപാടി, എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലഹരിയാണ്. പലതരത്തിലുള്ള ലഹരിമാർ, ചെറിയ ലഹരി തുടങ്ങി ചെറിയ തമ്പാക്ക് പോലുള്ള സാധനങ്ങൾ വെച്ച് പണ്ടാരോ പറയുന്നിട്ട് ഇപ്പോൾ SSLC ഒക്കെ പാസ്സാകണമെന്നൊന്നുമില്ല, MDക്കും MAക്കും ഒക്കെ MDMA ആർക്ക് വേണമെങ്കിലും എടുക്കുക. ആ ഒരു തരത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കേരളം. അപ്പോൾ ഇത് മാറണമെങ്കിൽ, ഇതിൽ നിന്നൊരു തിരിച്ചുവരവ് വരണമെങ്കിൽ ഈ ലീഗുകൾ മാത്രം പോരാ, ഇതിനകത്തേക്ക് ജനങ്ങളെ ആകർഷിക്കപ്പെടണം. ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആ ലഹരിക്ക് പകരമുള്ളൊരു ലഹരിയാണ് ഇവിടെ നടക്കുന്നതും ഈ ലഹരിയിൽ നിന്ന് കിട്ടുന്ന ലഹരി മറ്റേ ലഹരിയിൽ കിട്ടൂല എന്നുള്ളൊരു മനസ്സിലാക്കലാണ്. ആ മനസ്സിലാക്കൽ മുമ്പുള്ള ആളുകളിലുണ്ടായിരുന്നു, ഇപ്പോഴുള്ള കുട്ടികളിലില്ല. കാരണം കുട്ടികളിപ്പോൾ വിദ്യാഭ്യാസം നടത്തുന്നത് തിരിച്ചു വരുന്ന ഇത് തന്നെയുള്ള പരിപാടികളാണ്. ആ ഒരു മാറ്റം വന്നാൽ മാത്രമേ നമ്മൾ എത്ര ലീഗ് കൊണ്ടുവന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടും ജനങ്ങൾ ഇതിനകത്തേക്ക് കേരളത്തിലെ ആളുകൾ ആകർഷിക്കപ്പെടുള്ളൂ. കാരണം കേരളം വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഫുട്ബോൾ ഇപ്പോൾ മലപ്പുറത്തൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. മെസ്സി എന്ന് പറയുന്ന ഒരു ആൾ ഗോളടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാർ പാചകം ചെയ്യുന്നിടത്ത് നിട്ട് വന്ന് നോക്കിയിട്ട് ഗോളടിച്ച് എന്നൊക്കെ പറഞ്ഞത് അതൊരു ഭയങ്കര വികാരമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നാട്ടിലുള്ള നമ്മുടെ വീട്ടമ്മമാർക്ക് എന്താണ് മെസ്സി ഗോളടിച്ചാൽ ഇത്ര കാര്യം എന്താ അത്രയും ആവേശത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു നാട്ടിൽ
ഇത് കളിക്കാൻ ആളില്ല എന്നറിയുമ്പോഴൊരു സ്ഥിതി ആലോചിച്ച് നോക്കും. നമ്മൾ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ലക്ഷം ജനങ്ങളുണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ഫുട്ബോൾ പ്ലേയേഴ്സോ വോളിബോൾ പ്ലേയേഴ്സിനോ എടുത്തിട്ടുണ്ടെങ്കിൽ 100 താരങ്ങളിൽ താഴെ ഉണ്ടാവും. അത് നമ്മുടെ എന്താ പറയുക, നമുക്ക് നമ്മളിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളാണ്, നമ്മളറിയാതെ നമ്മളിൽ സംഭവിക്കുന്ന നഷ്ടം. നമ്മൾ ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് വർത്താനം പറയുന്ന ആൾക്കാർ സ്വന്തം മക്കളെ വിടുക സ്പോർട്സിലേക്ക്? വിടൂല. എന്താണ് കാരണം? പറഞ്ഞു പോയി അവനപ്പോൾ വിടണം, അവനെ വിട്ടിട്ട് അമേരിക്കയിൽ വിടണം, എന്നെ കോഴ്സുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അവനെ പിന്നെ ഇറ്റലിയിലേക്ക് വിടണം. ഇത് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ നടക്കുക. മറ്റവരോട് അറിയാം നീ കളിക്കണം കേട്ടോ, നിനക്ക് നല്ല ഭാവി ഉണ്ട് കേട്ടോ, ഒരു കാര്യമില്ല. ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളാദ്യം നമ്മുടെ കുട്ടികളെ ഇറക്കി വിടുക, ബാക്കിയുള്ള കാര്യം എൻ്റെ സാധനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇയാളൊക്കെ കുട്ടീനെയൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെ കാര്യമുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇത് തോന്നി ഇതെന്തൊക്കെ ഒരു സംഭവമുണ്ട്. പിന്നെ അവരുടെ ജീവിത നിലവാരം, പണ്ടൊക്കെ വോളിബോൾ കളിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ബസ്സിലൊക്കെ കയറി ഇങ്ങനെ പോകുന്നൊരവസ്ഥ ഉണ്ട്. അപ്പം വിചാരിക്കും ഇവനൊക്കെ ഈ സ്റ്റേറ്റ് പ്ലെയറൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഇവനിങ്ങനെ നടന്നു പോകുന്നത്? പിന്നൊരു കാറോ അല്ലെങ്കിൽ ഒരു നല്ല ബൈക്കോ ഒക്കെ അല്ലല്ലോ. അപ്പോൾ അവൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമ്പോൾ ഇങ്ങനെ നടന്ന ചെക്കനാട്ടോ, പണ്ട് വോളിബോളൊക്കെ കളിച്ച് കേരള ടീമിലൊക്കെ ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര സ്കോപ്പാന്ന് തൊട്ട് പഴയ പോലെ അല്ലട്ടോ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ ഈ കായികപരമായിട്ടുള്ള നേട്ടങ്ങളും അതേപോലുള്ള അവരുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തിക്കൊണ്ട് സ്പോർട്സിന് മൊത്തത്തിലുള്ളൊരു സ്പോർട്സിന് അടിത്തറ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കേരളത്തിന് കഴിയും. ജയേഷ്, നമ്മൾ കേരള ക്രിക്കറ്റ് ലീഗിൽ 6 ടീമുകളായിരുന്നു. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്. നമുക്ക് മലബാർ ഭാഗത്തുനിന്ന് ഇപ്പോൾ കണ്ണൂർ വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ച സ്ഥലങ്ങളിലൊന്നാണ് കണ്ണൂർ, തലശ്ശേരി ഉൾപ്പെടുന്ന സ്ഥലം. അതുപോലെ സംസ്ഥാന ടീമിലാണെങ്കിൽ അക്ഷയ് ചന്ദ്രൻ, വരുൺ നായർ, സൽമാൻ നിസാർ അടക്കമുള്ളവർ കണ്ണൂരിൽ നിന്നാണ്. ഈ കണ്ണൂർ ബേസ് ചെയ്തിട്ട് ഒരു ടീമില്ലാത്തതും അല്ലെങ്കിൽ മലബാറിൽ നിന്ന് ഒരു അധിക ടീമില്ലാത്തതും ഭാവിയിൽ അങ്ങനെ ടീമിനെ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ നമുക്ക് അവിടുന്ന്? നമ്മൾ ഈ ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു പ്ലേയേഴ്സിൻ്റെ പൂള് നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ഈ പറഞ്ഞ മാതിരി നമ്മളിവിടെ കളിക്കുന്ന സ്റ്റേറ്റ് പ്ലേയേഴ്സിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ടീമുണ്ടെങ്കിൽ ആസ് എ ടീം ഒരു ടീം വീക്കാകാൻ പാടില്ല. അപ്പോൾ ഒരു ഈക്വലി അത്തരം ഒരു പൂള് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൂള് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പ്ലേയേഴ്സ്, ക്ലബ് പ്ലേയേഴ്സ്, അങ്ങനെ ഓരോന്ന് വെച്ച് നോക്കിയപ്പോഴും നമുക്കൊരു പൂള് വെച്ച് നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം ഒരു 150 പ്ലേയേഴ്സിൻ്റെയാണ് ഒരു പൂൾ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 6 ടീമിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേണം. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ഇയർ തന്നെ സ്റ്റാൻഡേർഡ് താഴെ പോയി ഒരു ചില മാച്ചസ് വളരെ മോശമായ രീതിയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അത് ടൂർണമെൻറ്റിനെ തന്നെ ബാധിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പൂൾ വെച്ചിട്ട് അതുപോലെ നമുക്ക് അറിയാമല്ലോ, ക്രിക്കറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇത്ര പേര് വേണം, അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പേഴ്സ് വേണം, അല്ലെങ്കിൽ സ്പിന്നേഴ്സ്, ഫാസ്റ്റ് ബോളേഴ്സ്, അങ്ങനെ പല ഓരോ ക്രൈറ്റീരിയയും അല്ലെങ്കിൽ ഓരോ സ്പോട്ട് ഫിൽ ചെയ്യണമായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കിയിട്ടാണ് ഞങ്ങളൊരു പ്ലേയേഴ്സ് പൂൾ ഉണ്ടാക്കിയത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 6 ടീമിൻ്റെ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പ്ലേയേഴ്സിൻ്റെ ഇത്. അതേമാതിരി തന്നെ ഇപ്പോൾ അദ്ദേഹം കിഷോർ പറഞ്ഞ മാതിരി ഈ കുട്ടികളെ ആകർഷിക്കണം. പലരും നമ്മൾ പറഞ്ഞ മാതിരി ഒരു സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് പേര് കളിക്കുക, അല്ല ആ ഒരു രീതിയിൽ പഴയ ഒരു എന്താ പറയുക ക്രിക്കറ്റിനോടുള്ളൊരു പാഷനോ അല്ലെങ്കിൽ ആ ഒരു താല്പര്യം കൊണ്ട് കളിക്കുന്നവർ വളരെ കുറഞ്ഞു പോയി. ഇപ്പോൾ പണ്ടത്തെ പ്ലേയേഴ്സ് നമുക്കറിയാം, ഒരു എന്താ പറയുക പ്രൊഫഷണൽ ഫീ ഒന്നും വേണ്ട, എവിടെ വിളിച്ചാലും വന്ന് കളിക്കും. ഇപ്പോഴത്തെ പ്ലേയേഴ്സിന് ചോദിച്ചാൽ ഏതാ വണ്ടി വീട്ടിൽ വരിക, അല്ലെങ്കിൽ ഏത് വണ്ടിക്കാണ് പോവുക, ഏത് ഹോട്ടലിലാണ് താമസം, ഇങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് കാര്യം. ക്രിക്കറ്റ് IPL വളർന്നു, സ്റ്റേറ്റ് പ്ലേയേഴ്സിന് നല്ല ഫണ്ട് വരുന്നുണ്ട്. ഈവൻ ക്ലബ്സും പ്ലേയേഴ്സിന് അങ്ങോട്ട് കാശ് കൊടുത്തു തുടങ്ങി. പണ്ടൊക്കെ നമ്മളെ കളിക്കുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പോയി കളിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അവിടുത്തെ മാറി പ്ലേയേഴ്സും ഒരുവിധം പ്രൊഫഷണലായി തുടങ്ങി. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊരു 6 ടീംസിൻ്റെ ഉള്ളൊരു സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് പ്രോപ്പറായിട്ട് ഓപ്ഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ഒരു ഓപ്ഷനിൽ നമ്മളൊരു 6 ടീംസിനുള്ള ക്രൈറ്റീരിയ മീൻസ് വെച്ചിരുന്നു. ടോപ്പ് 6 ആ 6 ടീമിന് ടോപ്പായിട്ട് വന്ന അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ക്രെഡിബിലിറ്റി സ്റ്റാറ്റസ് വെച്ച് KPMG എന്നുള്ളൊരു പ്രൊഫഷണൽ ഏജൻസിയാണ് അത് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ 6 ടീം ഫസ്റ്റ് നമ്മൾ ഇത് ബിഡ് കൊടുത്തു. എന്നിട്ട് അതിൽ ഫസ്റ്റ് വന്നവർക്ക് ഓപ്ഷൻസ് കൊടുത്തു, ഏത് ഡിസ്ട്രിക്റ്റും അവർക്ക് ചൂസ് ചെയ്യാം. കേരളത്തിലെ 14 ജില്ലയും നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടു. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഈ 6 ജില്ല എന്ന് പറഞ്ഞല്ല നമ്മൾ കൊടുത്തത്. ഫസ്റ്റ് വന്നവർക്ക് കാസർഗോഡ് എടുക്കാം, അല്ലെങ്കിൽ കോഴിക്കോട് എടുക്കാം, ഏത് വേണ്ടി എടുക്കാമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് വന്ന ടീം എടുത്തത് എറണാകുളമാണ്. നമ്മുടെ സുഭാഷ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എറണാകുളം പിക്ക് ചെയ്തു. സെക്കൻഡ് വന്ന അവർ ട്രിവാൻഡ്രം പിക്ക് ചെയ്തു. അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഫില്ല് ചെയ്താണ് പോയത്. വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടോ അടുത്ത വർഷത്തിലേക്ക്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് നമുക്ക് ഇതൊരു ഇപ്പം നമ്മൾ നവാസ് ആയിക്കോട്ടെ, കിഷോർ പറഞ്ഞ ഫസ്റ്റ് നമ്മളൊരു പ്ലേയേഴ്സിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകണം. കുറച്ച് കുട്ടികൾ
ക്രിക്കറ്റിൽ നമുക്കറിയാം വളരെ കുറച്ച് ഈവൻ ഇപ്പം കേരളത്തിൽ 1600 ഫുൾ ക്രിക്കറ്റ് ക്ലബ്ബുകളുണ്ടായിരുന്നു. അതിലിപ്പോഴും 1600 ക്ലബ്ബുകളുണ്ട്. പക്ഷേ ആ 1600 ക്ലബ്ബുകളും കൊണ്ടു നടക്കുന്നത് ആ പഴയ ഞങ്ങളെ പഴയ കാർന്നവന്മാരും അല്ലെങ്കിൽ വയസ്സായവരാണ്. ഒരു യങ്ങർ ജനറേഷൻ ഒരു ക്ലബ്ബ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ക്ലബിന് വേണ്ടി രാവിലെ മുതൽ പണിയെടുക്കാനോ ഇവിടെ വരുന്നില്ല. അവർ വന്ന് കളിക്കും, സ്റ്റേറ്റ് കിട്ടിയില്ലെങ്കിൽ നിർത്തി അടുത്ത പണിക്ക് പോകും. ഫസ്റ്റ് തന്നെ സ്റ്റേറ്റ് കളിക്കാൻ വേണ്ടിയാണ് വരുന്നത്, അല്ലാതെ ഒരു ഗെയിം എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പാഷന് വേണ്ടി വരുന്നില്ല. ഡിസ്ട്രിക്റ്റ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് പേര് അവിടെ വെച്ച് തന്നെ നിർത്തി പോകും, സോൺ കിട്ടിയില്ലെങ്കിൽ കുറച്ച് പേര് അവിടെ നിർത്തി പോകും, സ്റ്റേറ്റ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് പേര് പേരൻസ് തന്നെ പറയാം അതിന് നീ ഇവിടെ കളിച്ചിട്ടൊന്നും കാര്യമില്ല, പഠിക്കാൻ പോക്കണം പറയും. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവന്ന് കുറച്ചും കൂടി ഇപ്പോൾ നമുക്ക് ഒരു ഗുണം കിട്ടിയത്, ഇപ്പം ക്രിക്കറ്റ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ ഒരു പ്രൊഫഷണൽ ലീഗ് വന്നപ്പോൾ ക്ലബ്സിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. ഈ ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ലൈഫ് ഇത് തന്നെ നമുക്കറിയാം. ഈ സ്റ്റേറ്റ് പ്ലേയേഴ്സ് നമ്മുടെ വിഘ്നേഷ് പുത്തൂറിൻ്റെ മാതിരി ഒരു അണ്ടർ 19 സ്റ്റേറ്റ് അണ്ടർ 16 സ്റ്റേറ്റ് എത്രയോ വർഷം മുമ്പ് കളിച്ചൊരു പ്ലെയർ നേരെ ഒരു IPL, അത് മുംബൈ മുംബൈ ഇന്ത്യൻസുമായിട്ട് ടീമിലേക്ക് എടുക്കുന്നു. അതുപോലെ എല്ലാ IPL ഫ്രാഞ്ചൈസിയിലെയും ടീമുകൾ ഇവിടെ ഈ കളി ടാലൻറ്റ് സ്കൗട്ട്സ് കളി കാണാൻ വന്നിരുന്നു. ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു കുട്ടിക്ക് കിട്ടിയെങ്കിലും വളരെയധികം ഇതിനകത്തൊരു 10-20 പേര് അവരുടെ സ്ക്രീനിങ്ങിലും പങ്കെടുക്കാൻ പോയിരുന്നു. അപ്പോൾ നെറ്റ് ബോളേഴ്സായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒരു നെറ്റ് ബോളറായിട്ട് പോകുമ്പോൾ 10 ലക്ഷം രൂപയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് പോയിട്ടുണ്ട്. സോ അത് ഒരു എന്താ പറയുക, ഒരു ക്ലബ്ബുകളിലേക്ക് കൂടുതൽ കുട്ടികൾ വരുന്നു, അതുപോലെ ടാലൻറ്റ് കൂടുതൽ വരുന്നു. അതനുസരിച്ചിട്ട് നമുക്ക് ടീമിനെ കൊടുക്കാൻ പറ്റും. അപ്പോഴും എനിക്ക് കണ്ണൂരും കാസർഗോഡ് പറയാൻ പറ്റില്ല, നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. അവിടെ എടുക്കാൻ ടീമിന് ഓണേഴ്സ് തയ്യാറാകണം, പൊട്ടൻഷ്യൽ നോക്കി. അടുത്ത വർഷങ്ങളിൽ ഉണ്ടാവോ? എന്തായാലും നമുക്ക് 8 ടീം വരെയുള്ളൊരു വിൻഡോ ഉണ്ട്. പക്ഷെ അത് അടുത്ത വർഷം കൊണ്ടാകണമെന്നില്ല, നമ്മൾ ഭാവിയിൽ വർദ്ധിക്കാം. നമസ്കാരം. നമ്മൾ ഈ സൂപ്പർ ലീഗ് നടക്കുന്നത് 4 വേദികളിലായിരുന്നു. നമുക്കൊരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല എന്നുള്ള പ്രശ്നം നിലവിലുണ്ട്. ഈ KFAയുടെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമങ്ങളുണ്ടോ KFAയുടെ ഭാഗത്തു നിന്ന്? തീർച്ചയായിട്ടും നമുക്ക് ഫുട്ബോൾ സ്റ്റേഡിയംസ്, റെക്റ്റാങ്കുലർ സ്റ്റേഡിയംസ് ഇല്ല, വളരെ കുറവാണ്. മലപ്പുറത്തുള്ള ഒരു സ്റ്റേഡിയമാണ് ശരിക്കും പറഞ്ഞാൽ റെക്റ്റാങ്കുലർ സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ കളി ഇപ്പോൾ SLKയിൽ ഈ തവണ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ, SLK കൊണ്ടുണ്ടായ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് SLKയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളെയാണ് നമുക്ക് സ്റ്റേറ്റ് ടീമിലേക്ക് വിട്ടത്. അപ്പോൾ സ്റ്റേറ്റ് ടീം ആദ്യ ഫൈനൽ വരെയുള്ള എല്ലാ മത്സരങ്ങളിലും നമ്മൾ 35 ഗോൾ അടിച്ചു, 5 ഗോൾ മാത്രമേ വഴങ്ങിയുള്ളൂ. നിർഭാഗ്യവശാൽ ഫൈനലിൽ ഒരു ഗോളിനും തോറ്റുപോയി. പക്ഷേ ഗുണം എന്താ വെച്ചാൽ ഈ കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ കളി നടക്കുമ്പോൾ അവരവരുടെ 100% അവരിടുകയാണ്. അവർ എഫേർട്ട് എടുക്കും, സ്കിൽസ് പുറത്തെടുക്കും, എല്ലാം. മറ്റേതെന്ന് പറയാൻ നമ്മുടെ ഇവിടെ കളി നടക്കുന്ന സമയത്ത് പലപ്പോഴും വേദിയിൽ ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തിൽ ആളുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കളിക്കാനുള്ളൊരു മൂഡ് തന്നെ വരില്ല. അപ്പോൾ അതൊരു വലിയ മാറ്റം കൊണ്ടുവന്നു. ഇതിനെ കൂടുതൽ നമുക്ക് ഫോർട്ടിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റേഡിയംസ് കൊണ്ടുവരണം, ഫുട്ബോൾ സ്റ്റേഡിയംസ് കൊണ്ടുവരണം. ഞങ്ങൾ 8 എണ്ണമാണ് പ്ലാൻ ചെയ്യുന്നത്, 8 സ്റ്റേഡിയംസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ഇതിന് സിറ്റിയുടെ ഉള്ളിൽ, ടൗണിൻ്റെ ഉള്ളിൽ നമുക്കത് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര വർഷം കൊണ്ട് പൂർത്തീകരിക്കും എന്നാണ് ലക്ഷ്യം? അല്ല, അത് നോർമലി ലാൻഡിൻ്റെ കാര്യങ്ങൾ അപ്രൂവലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് 4 സ്റ്റേഡിയംസ് എങ്കിലും തീർക്കാൻ പറ്റും. സ്റ്റേഡിയംസ് തീർക്കുന്നതിന് അധികം സമയം എടുക്കില്ല. പക്ഷേ ഇത് ഒരു പ്ലേസ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഈ വരുന്ന ആൾക്കാർക്ക് നല്ല ടോയ്ലറ്റ്, എസ്പെഷ്യലി ഫാമിലി ആയിട്ടാണ് ആൾക്കാർ വരിക. അപ്പോൾ വിമൻ ഫോക്സിന് അവർ വരുന്ന സമയത്ത് അവർക്ക് നല്ല റെസ്റ്റ് റൂം വേണം. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഇവരെല്ലാം വരുള്ളൂ. അപ്പോൾ ഫാമിലി ആയിട്ട് വരാൻ തുടങ്ങും. ഫുഡും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും വൈകുന്നേരം ദെൻ ദിസ് ബിക്കംസ് എൻ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ പ്ലസ് ഈ ഗെയിം അവിടെ നടക്കുകയും ചെയ്യും. അപ്പോൾ ആ ലെവലിലേക്ക് നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം. ഞങ്ങളിപ്പോൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൽ ഈ കിഷോർ വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് എങ്ങനെയാണ് കുട്ടികൾ ഇതിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ ഇതിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾക്ക് ഫുട്ബോളിൽ ഞങ്ങൾ ബേബി ലീഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേബി ലീഗ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു ടെമ്പോ ട്രാവലറിൽ ഒരു 10-15 കുട്ടികൾ പോകും, അതിൻ്റെ പുറകിൽ ഒരു 10-15 കാറ് വേറെ പോകും. അപ്പോൾ കാരണം ഇപ്പോൾ പല വീടുകളിലും ഒരു കുട്ടിയല്ലേ 2 കുട്ടിയുള്ളൂ. അപ്പോൾ എനിത്തിങ് ദാറ്റ് ദേ ഡു, ദേ ബീൻ പാമ്പേർഡ് ബൈ 6 പാരൻസ്, ഫാദറും മദറും
ഫാദറിൻ്റെ ഫാദറും മദറിൻ്റെ ഫാദറും എല്ലാവരും ദർ ഓൾ പുട്ടിങ് ദർ അവർക്ക് എന്താ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതെല്ലാം ഈ കുട്ടിയിലേക്ക് ഇടുകയാണ്. അപ്പോൾ സോ ഇറ്റ് മേക്കിംഗ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അത് എനിക്ക് തോന്നുന്നു ഒരു ഇപ്പോൾ ഉള്ള ഒരു ചേഞ്ച് ഇൻ കൾച്ചർ, എസ്പെഷ്യലി ഗവൺമെൻറ് ഇസ് പ്രൊമോട്ടിങ് ലോട്ട് ഓഫ് സ്പോർട്സ് ഇനിഷ്യേറ്റീവ്. അതിൻ്റെ കൂടെ തന്നെ പഞ്ചായത്തുകളുടെ ബഡ്ജറ്റിൻ്റെ 5% സ്പോർട്സ് ഇനിഷ്യേറ്റീവ്സിന് വേണ്ടി മാറ്റി വയ്ക്കണം എന്നുള്ളത് അതൊക്കെ പല സ്ഥലങ്ങളിലും മുൻപ് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും ഇന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കിഷോറിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പ്രൈം വോളി ലീഗ് കേരളത്തിലെ വേദി ആതിഥേയത്വം വയ്ക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഒരു ഇൻഡോർ സ്റ്റേഡിയം, വോളിബോളിന് അനുയോജ്യമായ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇല്ല എന്നതായിരുന്നു അവരുടെ പ്രശ്നം. നിങ്ങളും ഈ സമാനമായ പ്രശ്നം കേരള വോളി ലീഗ് തുടങ്ങുമ്പോൾ നേരിടില്ലേ? അതൊരു നഗ്നമായ സത്യമാണ്. കേരളത്തിൽ ഒരു നല്ല ഇൻഡോർ സ്റ്റേഡിയം ഇല്ല എന്നുള്ളത്. കേരളത്തിലെ ഏറ്റവും അധികം ഇന്ത്യൻ താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്നും വോളിബോളിന് ഈ കഴിഞ്ഞ ഞാൻ കളിക്കുന്നത് എനിക്ക് തോന്നുന്നു 2016 14 തോന്നുന്നു. കാസർഗോഡ് ഒരു വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ ഡേയിൽ ഞങ്ങൾ BPCയിലാണ് വന്ന് ഫൈനൽ കളിക്കുന്നത്. അന്നത്തെ ഗേറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയായിരുന്നു. 9 ലക്ഷം രൂപ അന്നത്തെ ഗേറ്റ് കളക്ഷൻ, അന്ന് കിട്ടിയ കളക്ഷൻ മാത്രം. 2012 13 അപ്പോൾ ആ ഒരു രീതിയിൽ പയ്യന്നൂർ ഇവിടെയൊക്കെ ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്. അവർ അങ്ങനെ ഒരുപാട് മലബാർ ഏരിയകളിൽ, കാസർഗോഡ്, കണ്ണൂർ, വയനാട് പോലുള്ള ഏരിയകൾ, കോഴിക്കോടൊക്കെ എവിടെ വെച്ചാലും കളി നടക്കും. ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒന്നും ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇല്ല എന്ന് പറയുന്നത് നമുക്ക് വലിയ ഇതാണ്. കാരണം കഴിഞ്ഞ പ്രൈം വോളി നടന്ന സമയങ്ങളിലും കൊച്ചിയിൽ വെച്ച് നടത്തുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് AC-യുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള അല്ലെങ്കിൽ ദേശീയ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം നമുക്കില്ല. അത് വോളിബോളിനെ വലിയ ഗെയിമുകൾ കേരളത്തിലേക്ക് വരുന്നതിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നു. ഇന്നും ഇപ്പോൾ വോളിബോൾ നടക്കും. ഈ നാദാപുരത്തൊക്കെ കളി നടക്കുന്ന കഴിഞ്ഞ ദിവസം കളി നടന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണൽ വാരി മുകളിലേക്ക് എറിഞ്ഞ് കഴിഞ്ഞാൽ താഴെ വീഴാത്ത അവസ്ഥയിലെ ആളുകൾ കാണാൻ. അപ്പോൾ എന്നിട്ടും ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്റ്റേഡിയം ഉണ്ടാവുന്നില്ല. ഞാൻ പല രാഷ്ട്രീയക്കാരുടെയൊക്കെ കൂടെ, അല്ലെ പല നേതാക്കന്മാരുടെ, പല ജനപ്രതിനിധികളുടെ കൂടെ പല യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, അടുത്ത വർഷം നമ്മളിവിടെ എന്തായാലും ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കും. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആരും ഉണ്ടാക്കിയായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിനാണ് ബഡ്ജറ്റില്ല. എനിക്ക് തോന്നുന്നൊരു CSR ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ, ഗവൺമെൻറ്റോ ആരെങ്കിലുമൊക്കെ ചെയ്തു തരേണ്ടതാണ്. ഇത് ചെയ്തു തന്നു കഴിഞ്ഞാൽ വലിയൊരു നേട്ടം തന്നെ ഉണ്ടാകുന്നത്. കാരണം ഇത് ആളുകൾ മനസ്സിലാകുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതേപോലെ സ്റ്റേഡിയങ്ങൾ നിർബന്ധമാണ്. കാരണം മുമ്പ് നമ്മൾ ഉള്ളായിരുന്ന സ്റ്റേഡിയങ്ങളെല്ലാം തന്നെ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ സാധനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ മതസൗഹാർദ്ദം, കൂട്ടായ്മകൾ, അതേപോലെ നിങ്ങൾ ആലോചിച്ച് കുട്ടികളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. മയക്കുമരുന്ന് മാത്രമല്ല, ഇവരെല്ലാം കൂടെ പോയിട്ട് നമ്മൾ എന്താ പറയുക, സൂയിസൈഡ് അറ്റംപ്റ്റ്, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നാട് വിട്ടു പോവുക, രക്ഷിതാക്കൾക്കെതിരെയുള്ള കുറേ പ്രശ്നങ്ങൾ, ഇതെല്ലാം നിങ്ങൾ സ്കൂളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു കാലത്ത് നമുക്ക് ഒരു ചൂരൽവടി, ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ടായിരുന്ന സ്കൂൾ മൊത്തം സെറ്റായിരുന്നു. ഇന്നിപ്പോൾ ചൂരൽവടി എടുക്കാൻ പറ്റില്ല. കുട്ടീനോട് എന്തെങ്കിലും ഒന്ന് മോശമായിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചീത്ത പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. ചീത്ത പറഞ്ഞാൽ അവിടെ നിന്ന് പ്രശ്നം. പക്ഷേ ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം എവിടെയാണെന്നറിയോ? സ്പോർട്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. ഇപ്പം മെസ്സി, നമ്മൾ അർജൻറ്റീന എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സിനെ ഓർമ്മയുണ്ട്. എന്നാലും നിങ്ങൾ ആ എമിലിയാനോ മാർട്ടിനസ് ഡൈവ് ചെയ്ത് പിടിച്ചിട്ട് ആ ബോൾ ഒരു ബാക്കിന് കൊടുത്തിട്ട് ആ ബോളുകൾ ട്രിബിളൊക്കെ ചെയ്ത് 4 പാസൊക്കെ കൊടുത്ത് അതൊരു മിഡിലിന് കൊടുത്ത് മിഡിൽ അവിടെ നിന്നൊക്കെ കൊണ്ടെത്തിക്കിട്ട് ആ പോസ്റ്റിൻ്റെ അടുത്ത് കൊടുക്കുന്ന ബോള് അങ്ങ് ഗോളടിക്കുകയെ മെസ്സി ചെയ്യുന്നുള്ളൂ. പക്ഷേ മെസ്സി ബനിയൻ ഊരി പോകുമ്പോൾ ഈ 11 ഇതിൻ്റെ ആൾ കൂടെ ഓടുന്നത്. മെസ്സി എന്നുള്ള വിളിയെടുക്കും. അതിലൊരു ഭയങ്കര കൂട്ടായ്മ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ലാഭവും പ്രതീക്ഷിക്കാണ്ട് ഇതിന് മെസ്സിൻ്റെ കൂടെ ഗോളടിക്കാൻ തന്നെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ട്. ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ. നിങ്ങൾ ഓഫീസിൽ ഇപ്പോൾ നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കൊരു പ്രൊമോഷനോ ഇൻക്രിമെൻറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അന്നപ്പോഴൊക്കെ ഭയങ്കര കൈ കഴിക്കും. അപ്പുറത്തേക്ക് പറഞ്ഞ് ഞാനോട് ചെയ്ത പറക്കിനാട്ടോ കിട്ടി, അയ്യോ അവന് മാത്രം കിട്ടി, എന്തിന് പോകാം, എന്താണപ്പോൾ കുറ്റം പറയും. നിങ്ങൾ ചോദിച്ചു നോക്കും, നമ്മളെ കൂട്ടത്തിലെടുത്ത ഗോൾ അടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് 5 റൺ വേണോ, അല്ലെങ്കിൽ ഒരു ബൗള് മാത്രമേ ബാക്കിയുള്ളൂ, അവനൊരു 6 അടിച്ചിട്ട് കളി ജയിപ്പിക്കുകയാണ്. അവൻ സൂപ്പർ സ്റ്റാർ. അവനങ്ങനെ എടുത്തിട്ട് വാരി പുണർന്ന് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒന്നുമില്ലാതെ, കലർപ്പില്ലാത്ത, അതിലെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, നിറമില്ല, ഭാഷയില്ല, ഒരു ഭാഷയില്ല, എല്ലാം കൂടി അങ്ങനെ എരിഞ്ഞു പിഴിഞ്ഞു വിടുന്ന ഒരവസ്ഥ ഉണ്ട്. ആ അവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞോളൂ സ്റ്റേഡിയങ്ങൾ. അതിപ്പോൾ വോളിബോൾ നിങ്ങൾ ഏറ്റവും ചിലവ് കുറഞ്ഞൊരു കളിയാണ്. ഒരു 15-18 മീറ്റർ ഗ്രൗണ്ട് ഉണ്ടായാൽ മതി. അത് കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരുപാട് ആൾക്കാർ ഇത് കളി കാണാനും വരും. അവിടെ ഒരു കൂട്ടായ്മയാണ്.
ഈ ജനങ്ങളൊക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ക്യൂ എല്ലാം കൂടി ബീവറേജിൻ്റെ മുമ്പിലേക്ക് പോകും. അപ്പോൾ ബീവറേജിന് മുമ്പ് നമ്മൾ അറിയാതെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ചെറിയ സ്റ്റേഡിയങ്ങൾ. ഇപ്പോൾ വോളിബോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഔട്ട്ഡോർ ഗെയിമാണ്. നമുക്ക് ആ ഔട്ട്ഡോർ ഗെയിമിലേക്ക് ഇതേപോലെ ചെറിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കിയാൽ പോലും ജനങ്ങൾ ഇതിനകത്തേക്ക് നമുക്ക് ആകർഷിക്കാൻ പറ്റും. യെസ്, നമ്മൾ ഏകദേശം അവസാനത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഈ തൊട്ട് വേദിയിലേക്ക് കയറുമ്പോൾ മുമ്പ് വരെ ഒരു KCLനെ കുറിച്ചുള്ള ചർച്ച പുറത്ത് നടക്കുകയാണ്. കൊല്ലം ഏരിയസ് സെയിൽസും സഹ ഉടമ ശ്രീശാന്തിനെതിരായുള്ള KCAയുടെ പത്രക്കുറിപ്പാണ് അതിന് ആധാരം. ശരിക്ക് ഈ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ലീഗിനെ ബാധിക്കില്ലേ? ഇതൊരു വിവാദമായിട്ട് എടുക്കണ്ട. അതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നൊരു ഒരു സ്റ്റാർട്ടപ്പാണ്. നമ്മൾ പറഞ്ഞല്ലോ, അതിനകത്ത് ഞാനത് ഒരു പ്രാവശ്യം പ്രതികരിച്ചാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് കറക്റ്റ് വേദിയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ താങ്കൾ ചോദിച്ചുകൊണ്ട് എനിക്കിപ്പോൾ എന്തായാലും അത് ആൻസർ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത് തുടങ്ങി വന്നത് ശശി തരൂർ സാർ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു, അറിയാമല്ലോ. ഞങ്ങളുടെ KC ഓഫീഷ്യൽസിൻ്റെ ഈഗോ കാരണമാണ് സഞ്ജു സാംസനെ വിജയസാരെ എടുക്കാത്തത്. അത് അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്കുള്ള അതിനെ ബാധിച്ചു എന്നുള്ള രീതി. ഞാനതിന് വ്യക്തമായി മറുപടി കൊടുത്തു. ഇത് ഒരു വിജയസാരയുടെ ടീമിൻ്റെ പെർഫോമൻസ് വെച്ചല്ല ഇന്ത്യൻ ടീം സെലക്ട് ചെയ്യുന്നത്. സഞ്ജു ഓൾറെഡി പ്രൂവൺ പ്ലെയറാണ്. സഞ്ജു ഇപ്പോഴും ആ സമയത്തും സഞ്ജു ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവാദങ്ങൾ നടക്കുമ്പോൾ സഞ്ജു എവിടെയായിരുന്നു? സഞ്ജു കൽക്കട്ടയിൽ ഇന്ത്യൻ ടീമിൻ്റെ ഒപ്പമായിരുന്നു. അതൊരു 3 ഫോർമാറ്റ് നമുക്കറിയാമല്ലോ. രഞ്ജി ട്രോഫി, 4 ഡേ ടെസ്റ്റ്, 5 ഡേ ഫോർമാറ്റ്, റെഡ് ബോളിൽ, T20 1 ഡേ. അപ്പോൾ ആ ഒരു സമയത്ത് അന്ന് ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് ആ ഒരു സെലക്ഷൻ, രഞ്ജി ട്രോഫി സെലക്ഷൻ നടക്കുന്ന വിജയസാരെ ചാമ്പ്യൻസ് ട്രോഫി സെലക്ഷൻ നടക്കുന്ന സമയത്ത് CEO എന്നെ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം വിജയസാരെ കളിക്കാത്തത്. അപ്പം നമ്മൾക്കൊരു പ്രൊസീജിയറുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം, നമ്മളോരോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ അത് സഞ്ജു സാംസൻ്റെ കഴിവ് നോക്കാൻ വേണ്ടിയിട്ടല്ല വിജയസാരെ ക്യാമ്പിലിട്ടത്. സഞ്ജു സാംസൺ ആ കേരള ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അവിടെ ഏതൻ ആപ്പിൾ ടോം അല്ലെങ്കിൽ ഷോൺ റോജർ എന്നുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവർ പുതുതായിട്ട് വന്നേക്കണം ആ ടീമിൽ, ആ ക്യാമ്പിൽ. അപ്പോൾ സഞ്ജു അവിടെ വേണമായിരുന്നു. അപ്പോൾ ഒരു സിംഗിൾ ലൈൻ ലെറ്റർ അയച്ചു. അങ്ങനെ ആയിരുന്നില്ല ഒരു ഇൻ്റർനാഷണൽ താരം പെരുമാറേണ്ടത്. ആ ഒരു ചർച്ച കഴിഞ്ഞു. അത് ഞാൻ സഞ്ജുവിനെ മുംബൈയിൽ വെച്ച് ഈ അടുത്ത് നമ്മൻ അവാർഡ് കണ്ടത്. ഞാൻ അദ്ദേഹത്തിന് ഇത് പറയുകയും ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ആയിരുന്നില്ല പ്രതികരിക്കേണ്ടത്. ആയിക്കോട്ടെ, അതവിടെ തീർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ശ്രീശാന്ത് ഒരു അൺനെസറി ഒരു കമൻറ്റ് വിട്ടു. അത് നമ്മളത് പറഞ്ഞല്ലോ, സഞ്ജുവിനെ അല്ല, നമ്മൾ 16 വയസ്സിൽ താഴെ 15 വയസ്സിൽ സഞ്ജുവിനെ രഞ്ജി ട്രോഫി ടീമിലെടുത്താണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. അന്നത്തെ ഭാരവാഹികളുടെ കാഴ്ചപ്പാടും, ഞാനന്ന് KCയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, അന്ന് സഞ്ജുവിന് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ടീം ഇപ്പോൾ തന്നെ അറിയാമല്ലോ, ഇപ്പോൾ നമ്മളുടെ ശ്രീശാന്ത് ഇന്ത്യക്ക് വേറെ പ്ലേയേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. ഒരു അനാവശ്യമായ കമ്പനിയിലേക്ക് ശ്രീശാന്ത് പോയി. നമ്മൾ ഈ വർഷം തന്നെ 4 വനിതാ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിനുണ്ടായി. അത് നമ്മൾക്ക് വനിതാ ക്രിക്കറ്റ് അക്കാഡമി വയനാട് കൃഷ്ണഗിരി, നമ്മുടെ ജാഫർ സെറ്റുണ്ട് ഇവിടെ ഉണ്ട്. നമ്മളുടെ വർഷങ്ങളായിട്ട് വനിതാ ക്രിക്കറ്റ് അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ട് ഒരു 10-30 കുട്ടികളെ ജൂനിയർ ക്രിക്കറ്റേഴ്സിനെ കോട്ടയത്തും സീനിയേഴ്സിൻ്റെ വയനാടും അവരുടെ ഫുൾ ചിലവ് കൊടുത്ത് നമ്മൾ വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേരള ക്രിക്കറ്റ് ലീഗ്, ഈ ശ്രീശാന്ത് തന്നെ അറിയാലോ, കേരള ക്രിക്കറ്റ് ലീഗ് ഭയങ്കരമായിട്ട് KC ചെയ്തു പറഞ്ഞ അദ്ദേഹമാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലേക്ക് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഒരു ശ്രീശാന്ത് എന്നുള്ളൊരു ഇൻഡിവിജ്വലിന് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ശശി തരൂർ സാർ കമൻറ്റ് ചെയ്തല്ലോ, ഞങ്ങളുടെ ഈഗോ ആണ്, ഞങ്ങൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഇത് ശ്രീശാന്ത് ഒരു ക്രിക്കറ്റർ, അദ്ദേഹത്തിന് പ്രതികരിക്കായിരുന്നു. പക്ഷേ അദ്ദേഹം കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം ഫ്രാഞ്ചൈസിയുടെ ഓണറാണ്. അപ്പോൾ ആ ഓണർ പാലിക്കേണ്ട ചില എഗ്രിമെൻറ്റ്സ് ഞങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അപ്പം അദ്ദേഹം വിജയ ഹസാരെ ടീമിൻ്റെ ക്യാമ്പ് അനൗൺസ് ചെയ്യുമ്പോൾ സഞ്ജു സാംസണും ശ്രീശാന്തും കൂടി ദുബായിലായിരുന്നു. അവർ രണ്ടുപേരും കൂടി അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ട്വീറ്റ് ചെയ്ത്. അപ്പോൾ ഒരു റീസൺ വേണമല്ലോ, ഒരു ക്യാമ്പിൽ നിന്ന് വിട്ടത് ആ റീസൺ കാണിച്ചില്ല. അതുവരെ തന്നെ കളി തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കളിക്കാമെന്ന് പറഞ്ഞൊരു പേരേക്കുന്നു. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രീശാന്ത് ചെയ്തത് ഞങ്ങൾ KCA അതാണ് ഇന്ന് നമ്മൾ മറുപടി പറഞ്ഞത്. ശ്രീശാന്ത് സഞ്ജുവിനെ പിന്തുണച്ചത് കൊണ്ടല്ല KCA നോട്ടീസ് അയച്ചത്. ഒരു കോണർ എന്ന നിലയിൽ അദ്ദേഹം നമ്മളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൽ നിന്ന് അത് ഏരീസിനും അയച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു കോണർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു? സഞ്ജുവിനെ നാച്ചുറലി അതിപ്പോൾ ഒരു പ്ലെയറുടെ അല്ലെങ്കിൽ ശ്രീശാന്ത് ഒരു പ്ലെയർ സഞ്ജുവിനെ ഡിഫെൻഡ് ചെയ്തോ അല്ലെങ്കിൽ സഞ്ജുവിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് KCAക്ക് അതിനകത്ത് നടപടി എടുക്കുന്നു പറയുന്നത് ബാലിശ്യമായ കാര്യം. അത് KCA ചെയ്യൂലല്ലോ, കാര്യം ഞങ്ങൾ അങ്ങനെയൊക്കെ പ്രസ്ഥാനമല്ലേ. അത് ഒരു അൺവാണ്ടഡ് ഇത് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം കേരള ക്രിക്കറ്റ് ലീഗിനെയും കേരള ക്രിക്കറ്റ് പ്ലെയേഴ്സിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെയും വാനോളം പുകഴ്ത്തിയ ശ്രീശാന്ത് ഈ ഒരു മാറ്ററിൽ നേരെ തിരിച്ചു പറഞ്ഞപ്പോൾ ആ ഒരു ഓണർ എന്നുള്ള രീതിയിലാണ് KCA ഷോക്കോസ് ചോദിച്ചത്, മറുപടി ചോദിച്ചത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് ചോദിക്കായിരുന്നു എന്താണ് സംഭവിച്ചത്.
അത് ചോദിക്കാതെ ഒരു കമൻറ്റ് വന്നപ്പോൾ നാച്ചുറലി നമ്മൾ മറുപടി പറയേണ്ടി വന്നു. അത്രയേ ഉള്ളൂ. യെസ്, നമ്മൾ അവസാന ചോദ്യത്തിലേക്കാണ്. ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിലെ റെഫറിങ്ങിനെ കുറിച്ച് എപ്പോഴും പരാതിയുണ്ട്. ഈ AFF വാർ സിസ്റ്റം നടപ്പിലാക്കുന്നില്ല എന്നുള്ള പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട്. SLKയിൽ നമുക്കത് പ്രതീക്ഷിക്കാമോ? വീഡിയോ അസിസ്റ്റഡ് റെഫറിങ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് ഒരു സ്റ്റേറ്റ് ലീഗ് പോലുള്ള ഒരു സ്ഥലത്ത് അത് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ കഴിഞ്ഞ ആഴ്ച കാസർഗോഡും മലപ്പുറത്തും സെവൻസ് ഫുട്ബോളിൽ അതിൻ്റെ ഒരു ഏറ്റവും ചെറിയ വെർഷൻ നടപ്പിലാക്കി. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാച്ചസ് എല്ലാം നടക്കുന്ന ഫിഫയുടെ റെഗുലേഷൻ്റെ കീഴിലാണ്. സെവൻസ് ഫുട്ബോൾ അതിൻ്റെ കീഴിലല്ല. അപ്പോൾ അവരങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ നമ്മൾ അത് ഹയർ അപ്സിലേക്ക് അറിയിച്ചു, ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നു, അത് നമുക്ക് ഫിഫ അപ്രൂവൽ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾക്കും നന്നായിരിക്കും എന്ന് പറയും. പക്ഷെ ഞങ്ങൾ പ്രൊആക്റ്റീവായിട്ട് ചെയ്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ 5 ഈ റെഫറി സ്കിൽ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഫസ്റ്റ് സെൻറ്റർ നമ്മളിവിടെ LNCPയിൽ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റെഫറീസിനെ അവരുടെ സ്കിൽസ് അപ്ഗ്രേഡേഷൻ കൊണ്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അത് ഫുട്ബോൾ പോലുള്ള ഒരു ഒരു കോമ്പറ്റീഷനിൽ എത്രത്തോളം സ്കിൽ സെറ്റ് കൂടിയ ആളാണെങ്കിൽ കൂടിയും ഒരു റെഫറിക്ക് ഹ്യൂമൻ എറർ പറ്റാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. നമ്മളിപ്പോൾ നിങ്ങൾ പലരുടെയും കയ്യിൽ ഈ സെവൻസ് ഫുട്ബോളിൻ്റെ റീൽസൊക്കെ കാണും. അവിടെ ഫുട്ബോളാണോ കളിക്കുന്നത് അല്ല മാർഷൽ ആർട്സ് ആണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കണം. അപ്പം നമ്മളൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഒരു ബയസ്ഡ് അറ്റ്മോസ്ഫിയർ 1, 2 എൻഡ്യൂറൻസ്. ഒരു റെഫറിയെ സംബന്ധിച്ചിടത്തോളം 90 മിനിറ്റും ഫ്രം വൺ എൻഡ് ടു അനദർ ഓടി നിന്ന് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി, അതെല്ലാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ ആ എൻഡ്യൂറൻസ് കൂട്ടുക, ബയസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റുക, പിന്നെ ചില കാര്യങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ആൻറ്റിസിപ്പേഷൻ്റെ ഒരു ഇഷ്യൂ ആണ് പലപ്പോഴും വരുന്നത്. ഒരു ബോള് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമെന്നൊരാളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രി അയാളുടെ കണ്ണവിടെ പോകണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കിൽ അപ്ഗ്രഡേഷൻ്റെ ഭാഗമായിട്ട് ഇയാൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അപ്ഗ്രഡേഷൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏത് ടെക്നോളജി വരുമ്പോഴും ഇനിഷ്യലി ടെക്നോളജി വിൽ ബി എക്സ്പെൻസീവ്, പക്ഷേ ഇവൻച്വലി അതിൻ്റെ കോസ്റ്റ് താഴെ വരും. അത് നമ്മളുടെ നാട്ടിലും വരും എന്നുള്ളത് സംശയമില്ല. ഭാവിയിൽ പ്രതീക്ഷിക്കണമല്ലോ. ഇനി ഓഡിയൻസിന് ചോദിക്കാനുള്ളതാണ്. ഓഡിയൻസിന് ആർക്കെങ്കിലും പാനലിസ്റ്റുകളോട് സംസാരിക്കണമെങ്കിൽ. ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത് നെല്ലായ പഞ്ചായത്ത്, അവിടെ ഒരു ചുരുങ്ങിയതൊരു 10-12 ടർഫുകളുണ്ട്. ചോദ്യം ആരോട്? സാറിനോട്. അപ്പോൾ അങ്ങനെ അതിലൊക്കെ കളിക്കാർ വെച്ചാൽ അത് റെൻറ്റിനെടുത്തിട്ട് മണിക്കൂറിന് 800, 900, 1000 ഒക്കെ കൊടുത്തിട്ട് റെൻറ്റിനെടുത്തിട്ട് കളിക്കാനും ആളുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സ്പെസിഫിക് നമ്പർ, പക്ഷെ അതിനേക്കാട്ടിലൊക്കെ എത്രയോ കൂടുതലാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പാലക്കാട് ഇങ്ങോട്ട് എനിക്ക് എത്ര ടർഫിൻ്റെ അതറിയില്ല. പക്ഷെ അതൊക്കെ ഒരു അൺസ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണ്. അതിനെ ഒരു ഓർഗനൈസ്ഡ് ആക്കിയും കൊണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരില്ലേ? കാരണം അതിനൊരു സ്പെസിഫിക് ബഡ്ജറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് നീക്കി വെച്ചിട്ട് അങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു സിസ്റ്റത്തെ നമുക്കൊരു കുടക്കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ബെറ്റർ ആവില്ലേ എന്നുള്ളൊരു, പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ പോലുള്ള ലീഗുകളിലൊക്കെ അങ്ങനെയാണല്ലോ, അവരുടെ FAയുടെയൊക്കെ ആ ഒരു ടയർ സിസ്റ്റം പോലെ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടിയും ബെറ്റർ ആവില്ലേ എന്നൊരു സംശയം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഇവിടെ പാഷൻ കൊണ്ടാണ് കളിക്കാരുണ്ടായിട്ടുള്ളൂ, പാഷൻ കൊണ്ടാണ് അവരുടെ നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ പോയിട്ടുള്ളത്. പക്ഷേ സയൻറ്റിഫിക്കലി ഫുട്ബോളിനെ കാണുകയാണെങ്കിൽ ഏകദേശം 250ഓളം വരുന്ന പെർഫോമൻസ് ഏരിയ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ കുട്ടിയുടെയും പെർഫോമൻസ് ഓരോ കാര്യങ്ങളിലും അങ്ങനെ 250 ഏരിയകളിലും നമുക്ക്
ഈ കുട്ടിയുടെ പെർഫോമൻസിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും ടെക്നോളജി മറ്റ് രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞു. അത് നമ്മളിനി ഇവിടെ കൊണ്ടുവരണം. അതിപ്പോൾ ഈ വരും വർഷങ്ങളിൽ നമ്മൾ എന്തായാലും കൊണ്ടുവരും. അപ്പോൾ അത് ഈ കുട്ടികൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ പെർഫോമൻസ് ലെവൽ മുകളിലോട്ട് പോകും, അവരുടെ സ്കിൽ സെറ്റ്സ് മുകളിലോട്ട് പോകും. പക്ഷെ അപ്പോൾ ഇവിടെ ഗ്യാപ്പ് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കോമ്പറ്റീഷൻസ് വേണം. അപ്പം ഞങ്ങളുടെ ചാലഞ്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു 3000 മാച്ചസ്, ഒരു കുട്ടിക്ക് ഒരു ആവറേജ് ഒരു 24 കോമ്പറ്റീഷൻ ഓപ്പർച്യൂണിറ്റി എങ്കിലും ഒരു വർഷം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ആസ് എൻ അസോസിയേഷൻ ഞങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ അത് വരണമെങ്കിൽ ഫസ്റ്റ് തിങ് നമുക്ക് പലരും ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുള്ളതാണ് ഈ 7A സൈഡ് ഗ്രൗണ്ടുകൾ. അതിനെ 11A സൈഡ് ഗ്രൗണ്ടാക്കി മാറ്റണം. എന്നാൽ മാത്രമേ അവന് മെയിൻ സ്ട്രീം കോമ്പറ്റീഷൻ്റെ ഭാഗമാവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ഒരു കാര്യമല്ല, ഒരു 5 or 6 വെർട്ടിക്കൽ ഒരേ സമയത്ത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഒരു 360 ഡിഗ്രി നമുക്ക് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വി ആർ ബിഹൈൻഡ് ഇറ്റ്, വി ആർ റണ്ണിങ് ഫോർ ഇറ്റ്. നമ്മളിതിനെ ചേസ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഗവൺമെൻറ് പൈസ മുടക്കരുത്. കാരണം ഗവൺമെൻറ് ഫണ്ടിങ് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കിഷോറിനോട് എതിർപ്പല്ല ഞാൻ പറയുന്നത്. ഈ ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം, ഇപ്പോൾ മൂപ്പരുടെ ശരീരം കണ്ടറിയാം മൂപ്പര് മുഴുവൻ കളിക്കുന്നുണ്ടെന്ന്, പക്ഷെ പലരും കളി നിർത്തും. അപ്പോൾ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ കളി നിർത്തും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. നമുക്കിവിടെ സ്പോർട്സ് ആസ് എൻ എൻ്റർടൈൻമെൻറ്റ്, അപ്പോൾ സ്പോർട്സ് ആസ് എ പ്രൊഫഷൻ. അപ്പോൾ ഈ അനസ് എടത്തോടിക്കര മൂപ്പര് 37ാമത്തെ വയസ്സിൽ കളിച്ചു. അതേസമയം സാധാരണ രീതിയിൽ നമ്മുടെ കുട്ടികൾ 25-27 ജോലി കിട്ടിക്കഴിഞ്ഞാൽ 2 വർഷം 27ാമത്തെ വയസ്സിൽ കളി നിർത്തും. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് സ്പോർട്സിനെ കാണുന്ന ആൾക്കാർ അവരത് കൃത്യമായിട്ട് ഇതിനകത്ത് നിൽക്കും. എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇതിനെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. അപ്പോൾ മാച്ചസ് കൂടുതൽ കൊടുക്കുക, ഫ്ലഡ് ലൈറ്റിൽ കളി വയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേറൊരു ലോകത്ത് വന്നതായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. 90 മിനിറ്റ് കളിക്കുന്ന കളിയിൽ ഒരു 60 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കളിയുടെ പേസ് 40% ആയിട്ട് ചുരുങ്ങാണ്. അതേസമയം നമ്മൾ മറ്റു പ്രൊഫഷണൽ ഫുട്ബോൾ, ഇപ്പോൾ ബുണ്ടസ്ലീഗയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫുട്ബോളിലൊക്കെ കാണുമ്പോൾ 60ാമത്തെ മിനിറ്റ് മുതലാണ് കളിയുടെ ആവേശം കൂടുന്നത്, സ്പീഡ് കൂടുന്നത്. അപ്പോൾ നമ്മളിതിനെ ഒരിക്കലും ഒരു സയൻസിനെ വെച്ച് കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്നത് ഇതിനെ ഒരു സയൻസ് വെച്ചിട്ട് തന്നെ കാണുന്നത്. എന്തെല്ലാം കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഗ്രാഹ്യമുണ്ട്. നമ്മളതിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് മനസ്സിലാക്കി ഒപ്പത്തിനൊപ്പം കയറി വന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. നന്ദി.